ഡേ 3 ദുബായ് കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. ഗ്രൂപ്പ് ട്രിപ്പായിരുന്നു. ഒരു 45 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആണ് കേട്ടോ ഇവർ. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഞാൻ ഈ ഫോട്ടോസിലൊക്കെ ഓരോരുത്തരുടെ ഫോട്ടോസ് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ നമ്മൾ കാണില്ലേ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലൊക്കെ നിൽക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ ബുർജ് ഖലീഫ. അപ്പോൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറഞ്ഞാൽ മതിയല്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ 124ാമത്തെ നിലയിലോട്ട് കയറണം. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നമ്മൾ പോവുമായിരുന്നു. അപ്പം ഞങ്ങൾ 124ാമത്തെ നിലയിലോട്ട് ലിഫ്റ്റിലാണ് പോകുന്നത്. അപ്പം അത് ലിഫ്റ്റ് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല. ലിഫ്റ്റ് ഓണായപ്പോൾ എന്തൊക്കെയോ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ 124ാമത്തെ നിലയിലോട്ട് 59 സെക്കൻഡിലാണ് എത്തണത്. അപ്പം എത്ര സ്പീഡിലായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ മുകളിൽ ചെന്നിട്ടാണെങ്കിൽ ഒന്നും പറയണ്ട, അടിപൊളി. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര രസമാണ് കാണാനായിട്ട്. എൻ്റെ സ്വപ്നങ്ങളിലൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ദുബായ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരുപാട് അതെനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എൻ്റെ വീടാണ് എൻ്റെ സ്വർഗം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഞാൻ അധികമായിട്ടൊന്നും ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ഞാനൊരു ലിമിറ്റ് വെച്ചാണ് ആഗ്രഹിക്കാറുള്ളൂ. അതിപ്പോൾ നമ്മളെ മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു പ്രത്യേക ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയും. കാരണം നമുക്ക് എന്തോരം ആഗ്രഹിച്ചാലും കിട്ടൂലെന്നറിയാം, പിന്നെ എന്തിനാണ് ആഗ്രഹിച്ചിട്ട് എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പറയും, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. ചിലപ്പോൾ നമ്മളൊരു കോടീശ്വരനോ 1 ലക്ഷപ്രഭു ഒന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളടുത്ത് കിട്ടുന്ന ഇത്തിരീശ പൈസ, ഞാനിപ്പോൾ ഇത് ഒറ്റയടിക്ക് ഇത് പൈസ എടുത്തൊന്നും ചിലവാക്കി വന്നതല്ല. ഒത്തിരി നാളായിട്ട് ഇത്തിരീശ പൈസ എടുത്ത് വെച്ചു. അത് വേറൊരു ആവശ്യത്തിന് എടുത്ത് വെച്ച പൈസയാണ്. എന്നാൽ പോലും ഇങ്ങനെ ഒരു ട്രിപ്പിൻ്റെ ഇത് വന്നപ്പോൾ വിചാരിച്ചു ഒന്ന് പോവാം. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ഇത്, അതായത് ഒന്ന് പോയി കാണാം അല്ലേ, ദുബായിയൊക്കെ ഒന്ന് പോയി കാണാം എന്നൊരു ചിന്ത വന്ന് അങ്ങനെ ആ പൈസ എടുത്ത് നമ്മൾ പോകുന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഇത്തിരീശയൊക്കെ കൂട്ടി വെച്ചിട്ടൊക്കെ നമുക്ക് പോകാം. ഇപ്പം നമ്മുടെ ഒരുപാട് ട്രാവൽ ഏജൻസി ഉണ്ട്. ഇപ്പം ഞങ്ങൾ വന്നത് തന്നെ സാരഥി ഹോളിഡേയ്സ് തിരുവനന്തപുരത്തുള്ളൊരു ഏജൻസി വഴിയാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് എമൗണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. മീൽസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ നമുക്കൊന്നും അറിയണ്ട, നമ്മൾ അങ്ങോട്ട് പോവുക അത്ര തന്നെ. അപ്പം ഞാനവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്കും പോവാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏത് രാജ്യത്തേക്കും. ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചല്ലേ, ഒന്ന് ക്ഷമിച്ചേക്കിട്ടാ. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഓൺ വോയിസ് ഇട്ടത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.